മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ടസ്ഥലമാറ്റം. 2 ലിസ്റ്റായി 221 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കാണ് സ്ഥലം മാറ്റം. 48 മണിക്കൂറിനകം ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് ഉത്തരവ്. എന്നാൽ ചട്ടവിരുദ്ധമായിട്ടാണ് സ്ഥലം മാറ്റമെന്നാണ് ആക്ഷേപം. ഫസ്റ്റ് ഓൺ മീഡിയ. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ, എന്താണ് ഇത്രയധികം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകാൻ കാരണമായത്? ദിവ്യ, 2 ലിസ്റ്റിലായിട്ടാണ് ഇപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കൂട്ട സ്ഥലമാറ്റത്തിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. 4 വർഷമായിട്ട് എൻഫോഴ്സ്മെന്റ് വിങ്ങിൽ പ്രവർത്തിക്കുന്ന 107 ഉദ്യോഗസ്ഥരെയാണ് ആദ്യ ലിസ്റ്റ് പ്രകാരം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, 111 പേരെ. രണ്ടാമത്തെ ലിസ്റ്റ് പ്രകാരം നേരത്തെ എൻഫോഴ്സ്മെന്റ് വിങ്ങിൽ ജോലി ചെയ്യുകയും എന്നാൽ പിന്നീട് സ്ഥലമാറ്റം കാരണം മതിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാത്ത 103 പേരെ കൂടെയാണ്, 111 അങ്ങനെ മൊത്തം 221 പേർക്കാണ് ഈ കൂട്ട സ്ഥലമാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള ആക്ഷേപം കൂടി ഉയർന്നു വന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ പറയുന്നത് ജനറൽ ട്രാൻസ്ഫർ പോലും ഇറക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറുമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുള്ളത്. 2017 ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ഈ ജനറൽ ട്രാൻസ്ഫർ ഇറക്കണമെന്ന് കുറച്ച് മാനദണ്ഡമുണ്ട്. ഏപ്രിൽ 30 മുമ്പ് ജനറൽ ട്രാൻസ്ഫർ ഇറക്കണം എന്നുള്ളതാണ് അതിലെ മാനദണ്ഡം. പക്ഷേ അത് പാലിക്കാതെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഇറക്കി എന്നുള്ള ആക്ഷേപമാണ് ഉയർന്ന് വന്നിട്ടുള്ളത്. ഈ 30 മുമ്പ് ജനറൽ ട്രാൻസ്ഫർ ലിസ്റ്റ് ഇറക്കിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. കാരണം ഈ ഉത്തരവിന്റെ ലംഘനമായി പോവും. പക്ഷേ ഇവിടെ അപേക്ഷ പോലും ഇതുവരെയും നൽകിയിട്ടില്ല ഈ ജനറൽ ട്രാൻസ്ഫർ. അതിനു മുമ്പെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കൂട്ട സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇത് കാരണം ഇനിയിപ്പോൾ ജനറൽ ട്രാൻസ്ഫർ വന്നാൽ പോലും ഉദ്യോഗസ്ഥർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറാൻ കഴിയില്ല. അവിടത്തേക്ക് വാക്കൻസി ഫില്ലായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ 221 പേരുടെ സ്ഥലമാറ്റം വന്നിട്ടുള്ളത് ഈ പറയുന്ന പോലെ 48 മണിക്കൂറിനകം അവരോട് ഈ പറയുന്ന ട്രാൻസ്ഫറിൽ പറയുന്ന സ്ഥലത്തേക്ക് മാറണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുള്ളത്. ഇതും നിയമപരമായിട്ട് നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു കാര്യമാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പൊതുവെ റിക്വസ്റ്റ് അല്ലാത്ത ആവശ്യപ്രകാരമല്ലാത്ത ട്രാൻസ്ഫറുകൾക്ക് 7 ദിവസത്തെ സമയം അല്ലെങ്കിൽ ജേണി സമയം അങ്ങനെ ഒരു സമയം നൽകിയിട്ടുണ്ട് അടുത്ത സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് ആണ് ഈ ഒരു ഉത്തരവ് 48 മണിക്കൂറിനകം അവിടെ ഹാജരായിക്കൊള്ളണം എന്നുള്ളൊരു ഉത്തരവ് ഇറക്കി എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പക്ഷേ നിയമപരമായിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ള കാര്യമാണ് ഗതാഗത കമ്മീഷണറും വ്യക്തമാക്കുന്നത്. കോടതി ഉത്തരവ് പ്രകാരം തന്നെയാണ് ട്രാൻസ്ഫർ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ഈ സേഫ് കേരള പദ്ധതി പ്രകാരം പുതിയതായിട്ട് അതിലേക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ എടുത്തിട്ടുണ്ട്. അവരുടെ അടക്കം നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ട്രാൻസ്ഫറാക്കി നേരത്തെ എൻഫോഴ്സ്മെന്റിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് മതിയായിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ ലഭിക്കാതെ തന്നെ അവരെ മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് തിരിച്ച് അവിടേക്ക് തന്നെ സ്ഥലമാറ്റം നൽകണം. എന്നാൽ മാത്രമേ സേഫ് കേരള പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകൂ. അതുകൊണ്ട് മാനദണ്ഡ പ്രകാരം തന്നെയാണ് ഇപ്പോഴത്തെ ഈ കൂട്ട സ്ഥലമാറ്റം ഇറക്കി എന്നുള്ള കാര്യമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റും ട്രാൻസ്പോർട്ട് കമ്മീഷണറും വ്യക്തമാക്കിയിട്ടുള്ളത്. ദിവ്യ, ഇവിടെ സനൂപ്, ചട്ടവിരുദ്ധമായിട്ടാണ് ഈ നടപടി എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ സ്ഥലമാറ്റം അംഗീകരിക്കില്ല എന്നുകൂടി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? ഇത് പിൻവലിക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ ഡേറ്റ് പ്രകാരമാണ് ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ട്രൈബ്യൂണലെ സമീപിക്കാനുള്ള സമയം പോലും ഈ ഉത്തരവ് പ്രകാരം കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇന്ന് അവധിയാണ്, നാളെയും അവധിയാണ്. തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ അവർക്ക് അവിടെ ഹാജരാവുകയും വേണം. 48 മണിക്കൂർ സമയമെന്ന് പറയുമ്പോൾ നാളെയോടുകൂടിയൊക്കെ പലർക്കും അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ എത്തണം. അതുകൊണ്ട് തന്നെ ട്രൈബ്യൂണലിൽ സമീപിച്ച് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കാനുള്ള സമയപരിധി പോലും നൽകാതെ മനഃപൂർവ്വമാണ് വെള്ളിയാഴ്ചത്തെ ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഇറക്കി എന്നുള്ളൊരു ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഈ 4 വർഷം ഈ 48 മണിക്കൂർ എന്നുള്ള കാര്യം അതടക്കം മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ നിയമപരമായിട്ട് തന്നെ എല്ലാ മാനദണ്ഡങ്ങളും നോക്കി തന്നെയാണ് കോടതി ഉത്തരവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കൂട്ടസ്ഥലമാറ്റം ഇറക്കി എന്നുള്ള കാര്യമാണ് ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ദിവ്യ, മോട്ടോർ വാഹന വകുപ്പിലാണ് കൂട്ടസ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. 2 ലിസ്റ്റായി വന്ന കൂട്ടസ്ഥലമാറ്റ പട്ടികയിൽ 221 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അവർക്ക് 48 മണിക്കൂറിനകം തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കണം എന്നുകൂടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ നടപടി ചട്ടവിരുദ്ധമായിട്ടാണ് എന്നാണ് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ള സമയം പോലും നൽകിയിട്ടില്ല. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. RB സനൂപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.